നമ്മുടെ കേരളത്തിലെ ബഡ്ജറ്റിൻ്റെ മൊത്തം തുകയുടെ അലോക്കേഷൻ എത്രയാണ്? അത് എത്രയാണ് എന്നുള്ളതിൻ്റെ ഇരട്ടിയാണ് ഉത്തർപ്രദേശിലെ ബഡ്ജറ്റിൻ്റെ തുകയുടെ അലോക്കേഷൻ എന്ന് പറയുന്നത്. യോഗി ആദിത്യനാഥ് സർക്കാർ ഇത്തവണ ഹിസ്റ്റോറിക് ആയിട്ടുള്ള, അതായത് ചരിത്രപരമായിട്ടുള്ളൊരു ബഡ്ജറ്റാണ് ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത്. 8.08 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ് യോഗി ആദിത്യനാഥ് ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത്. നോക്കണം, ഉത്തർപ്രദേശ് എന്ന് പറയുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ ഒരു തുകയുടെ ഒരു അലോക്കേഷനാണ് 8.8 ലക്ഷം കോടി എന്ന് പറയുന്നത്. ഈ 8.8 ലക്ഷം കോടി ബഡ്ജറ്റ് ഉത്തർപ്രദേശ് പുറത്തുവിടുമ്പോൾ കുംഭമേളയ്ക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്, നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വെറും 16,000 മുതൽ 25,000 കോടി രൂപ മാത്രം ചെലവഴിച്ചുകൊണ്ട് കുംഭമേളയിൽ നിന്ന് 3 ലക്ഷം കോടി രൂപയാണ് ഉത്തർപ്രദേശിൻ്റെ ഖജനാവിൽ വരുമാനം എത്തിയിരിക്കുന്നത് എന്നാണ് യോഗി ആദിത്യനാഥ് ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ ബഡ്ജറ്റിൽ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 1.6 ലക്ഷം കോടി രൂപ ഉത്തർപ്രദേശ് സർക്കാർ യോഗി ആദിത്യനാഥ് മാറ്റിവെച്ചിരിക്കുന്നത് വിദ്യാഭ്യാസത്തിനായിട്ടാണ്, എഡ്യൂക്കേഷനാണ്. നമുക്കറിയാം, ഉത്തർപ്രദേശിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്തിനോട് കിടപിടിക്കുന്ന അത്രയും ജനസംഖ്യയാണ് ഉത്തർപ്രദേശിലുള്ളത്. പല ആൾക്കാരും നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് കേരളം നമ്പർ 1 ആണ്, ഉത്തർപ്രദേശ് അതിനും എത്രയോ പിന്നിലാണെന്ന് പറയുമ്പോൾ കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണ് ഉള്ളത്, എന്നാൽ 30 കോടി ജനങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത് എന്നുള്ള ആ വലിയ സത്യം അവർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ടാണ് അവർ ഈ തരത്തിലുള്ള വാചകങ്ങൾ പുറത്തുവിടുന്നത് എന്നുള്ളതാണ്. എന്തായാലും 4 എക്സ്പ്രസ് വേകളാണ് യോഗി ആദിത്യനാഥ് അവിടെ പണിയാനായി ബഡ്ജറ്റ് അലോക്കേഷൻ വച്ചിരിക്കുന്നത്. ഈ എക്സ്പ്രസ് വേ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഉത്തർപ്രദേശിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു പാത തന്നെയാണ്. അത്ര വലിയ ഗംഭീരമായിട്ടാണ് എക്സ്പ്രസ് വേകൾ പണിയുന്നത്. പോരാത്തതിന് 5 കോടി രൂപയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലക്നൗ സിറ്റിയിൽ ലക്നൗ സിറ്റി ഡെവലപ്പ് ചെയ്യാനായി ഈ ബഡ്ജറ്റിൽ മാറ്റി വെച്ചിരിക്കുന്നത്. 5 കോടി രൂപ ലക്നൗ സിറ്റി ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിറ്റിയായി വികസിപ്പിക്കാൻ പോവുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെ സംരക്ഷിക്കാനായി 2,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ പോലെയല്ല, ഉത്തർപ്രദേശിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ റോഡുകളിലും മറ്റും അലഞ്ഞു തിരിയുന്ന ഒരുപാട് പശുക്കളെ കാണാനായിട്ട് സാധിക്കും. ഇത് കാണുമ്പോൾ പുച്ഛിക്കുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്നവർക്കായി 25 കോടി രൂപ, അതിനുവേണ്ടി പ്രത്യേക പദ്ധതിക്കായി 25 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന കാര്യം ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. ആ സമയത്ത് പാമ്പ് കടിയേറ്റ് മരിക്കുന്ന ആൾക്കാർക്ക് 25 കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നത് വീട്ടിലൊരു കീരി പദ്ധതിക്കാണോ എന്ന് വരെ ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെറുതെ ചിന്തിച്ചാൽ മതി. പട്ടി കടിക്കുമ്പോൾ എന്ത് ചെയ്യും? കാരണം നമ്മളെ തെരുവുകളിൽ കൂടുതലും പട്ടികളെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളും അനുഭവിക്കുന്നുണ്ട്. സമാനമായ രീതിയിലാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത്. 140 കോടി രൂപയാണ് ലാർജ് കാറ്റിൽ കൺസർവേഷൻ സെൻ്ററുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും പഠിക്കാൻ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് സൗജന്യമായി സ്കൂട്ടറുകൾ വിതരണം ചെയ്യുമെന്നുള്ളതാണ് ഇതിലെ വേറൊരു വിപ്ലവാത്മകമായിട്ടുള്ള തീരുമാനമെന്ന് പറയുന്നത്. കാരണം ഗ്രാമങ്ങളിൽ നിന്ന് സ്കൂളുകളിലേക്കൊക്കെ നടന്നു പോകുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴും ഉത്തർപ്രദേശിലുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്, പഠിക്കാൻ മിടുക്കരായിട്ടുള്ളവർക്ക് സ്കൂട്ടറുകൾ വിതരണം ചെയ്യുമെന്നുള്ള വലിയ പ്രഖ്യാപനമുണ്ട്. 58 മുനിസിപ്പാലിറ്റികളെ സ്മാർട്ട് സിറ്റികളായി ട്രാൻസ്ഫോം ചെയ്യുമെന്നുള്ള വലിയ ഡെവലപ്മെൻ്റ് ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ എക്കണോമി ആയിട്ടുള്ള ടെമ്പിൾ എക്കണോമി, അതായത് ഈ അമ്പലങ്ങൾ വഴിയുള്ള മാർക്കറ്റിംഗ്, അമ്പലങ്ങളുടെ സമ്പദ് വ്യവസ്ഥ വഴിയുള്ള വരുന്ന പണം, അത് ഉത്തർപ്രദേശിൽ വളരെ ഗംഭീരമായി നടക്കുന്നുണ്ട്. അയോധ്യയിൽ മാത്രം ഈ വർഷം വരുമാനം വന്നത് 700 കോടി രൂപയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ വലിയൊരു ടാക്സ് തുക എന്ന രീതിയിൽ സർക്കാരിന് ലഭിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ടെമ്പിൾ എക്കണോമി വികസിപ്പിക്കാനായി, ഇൻറ്റേർണൽ മാർക്കറ്റിൽ പണം ഒഴുകാനായി, ആഭ്യന്തരമായി പണം ഒഴുകാനായി ഡെവലപ്മെൻറ്റ് ഓഫ് ടെമ്പിൾസിനായി ഒരു തുക മാറ്റിവെച്ചിട്ടുണ്ട്. സീറോ പോവർട്ടി സ്കീം എന്ന് പറഞ്ഞൊരു പോവർട്ടി സ്കീം ഇത്തവണ യോഗി ആദിത്യനാഥ് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഉള്ളതാണ്. അതായത് ഗ്രാമപഞ്ചായത്തുകളിലെ ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു വർഷത്തിൽ 1,25,000 രൂപ വീതം കൊടുക്കുന്ന, ഒരു വർഷം പൂർണ്ണമായിട്ട് 1,25,000 രൂപ ഏൺ ചെയ്യാനായി സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെയുള്ളൊരു പദ്ധതി കൂടെ ഉത്തർപ്രദേശിൽ ഇത്തവണ വലിയ രീതിയിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങളാണ് വളരെ കീ പോയിന്റ്സ് ആയിട്ട് ഉത്തർപ്രദേശ് ബഡ്ജറ്റിലെ ഇത്തവണത്തെ പ്രഖ്യാപനങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.